വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. അപ്പൊ നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് പാർട്സ് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ ആണ് കേട്ടോ. അതായത് പാർട്സ് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ നമ്മൾ ഏതൊരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതൊരു കേരള PSC എക്സാം ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, അതല്ല എയിംസ് നോർസെറ്റ് പോലുള്ള ഏതെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ അല്ലെങ്കിൽ ശ്രീചിത്ര പോലുള്ള സെന്റേഴ്സിന്റെ എക്സാം ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കോളൂ. അതിലെല്ലാം ആ എക്സാമിലെല്ലാം ഈ ഹ്യൂമൻ ബ്രെയിൻ്റെ അനാട്ടമിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഉറപ്പായിട്ടും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഈ ഹ്യൂമൻ ബ്രെയിൻ അനാട്ടമിയിൽ നിന്ന് ചോദിക്കാറുണ്ട്. ചില ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. അതേസമയം ചില ക്വസ്റ്റ്യൻസ് കുറച്ച് ടെസ്റ്റിംഗ് ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാനൊന്നും പറ്റത്തില്ല. സോ നമുക്ക് എങ്ങനെ ഓർത്തെടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേട്ട് പഠിക്കുന്നതിലൂടെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കണ്ടുകൂടെ അല്ലെങ്കിൽ ഒരു അനിമേഷന്റെ സഹായത്തോടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കാര്യങ്ങൾ പഠിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാകും, അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാകും, നമുക്ക് പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഓർത്തെടുക്കാനും കഴിയും കേട്ടോ. അപ്പം നമുക്ക് ഈ പാർട്സ് ഓഫ് ബ്രെയിൻ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. സോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ ബ്രെയിൻ ആസച്ച് നമ്മളൊരു ഓർഗൻ എന്ന് പറയും, എങ്കിലും അതിനകത്ത് വീണ്ടും കുറെ ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലെ, കുറെ ലോബ്സ്, ഹെമിസ്ഫിയേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനിനകത്തുണ്ട്. സോ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഈ ഡയഗ്രത്തിൽ കാണുന്നു, നമുക്ക് മനസ്സിലാകുന്നുണ്ടാവും ഇതിൽ നമ്മൾ പല ലോബ്സ് ഒക്കെ കാണുന്നുണ്ട് അല്ലേ. സോ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിന് പ്രധാനമായിട്ടും 4 ലോബ്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ് 4 ലോബ്സ്? ഒന്ന് ഫ്രണ്ടൽ ലോബ് അല്ലെ. ഫ്രണ്ടൽ ലോബ് എന്ന് പറയുമ്പോൾ ഇത് ആന്റീരിയർ വ്യൂ ആണ്. അതായത് നമ്മൾ നേരെ ഒരു മനുഷ്യനെ നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് ആന്റീരിയർ വ്യൂ എന്ന് പറയുന്നത്. സോ ഫ്രണ്ട് പോർഷൻ, അതായത് മുന്നിലെ പോർഷൻ നമ്മൾ പറയാറുണ്ട് ഫ്രണ്ടൽ ലോബ് എന്ന് പറയും അല്ലേ. സോ ഇതല്ല ഈ കാണുന്ന പോലെ ഫ്രണ്ടൽ ലോബ് ഉണ്ട്. ഫ്രണ്ടൽ ലോബ് 2 സൈഡിലുണ്ട്, അതായത് റൈറ്റ് സൈഡിലെ ഫ്രണ്ടൽ ലോബ് ഉണ്ട്, ലെഫ്റ്റ് സൈഡിലെ ഫ്രണ്ടൽ ലോബ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് റൈറ്റ് ഫ്രണ്ടൽ ലോബ്, ലെഫ്റ്റ് ഫ്രണ്ടൽ ലോബ്. ഇനി നമ്മൾ ജസ്റ്റ് അതിന്റെ ഒരു ലാറ്ററൽ വ്യൂ ആണ് നോക്കുന്നത്. ലാറ്ററൽ വ്യൂ എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ്, നമ്മൾ സൈഡിൽ നിന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് നോക്കുന്ന വ്യൂ ആണ് ലാറ്ററൽ വ്യൂ എന്ന് പറയുന്നത്. സോ നമ്മൾ ലാറ്ററൽ വ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ലോബ് ടെമ്പോറൽ ലോബ് ആണ് കേട്ടോ. ഈ കാണുന്നില്ലേ, ഇതാണ് നമ്മുടെ ടെമ്പോറൽ ലോബ്. നമ്മുടെ ചെവിയുടെ ഏകദേശം മുകളിലായിട്ട് വരും ടെമ്പോറൽ ലോബ്. പിന്നെ നമുക്ക് ഒരു പോസ്റ്റീരിയർ വ്യൂ നോക്കാം. പോസ്റ്റീരിയർ വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറകിൽ നിന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്, അതാണ് പോസ്റ്റീരിയർ വ്യൂ. പോസ്റ്റീരിയർ വ്യൂയിലേക്ക് പോകുമ്പോൾ അതാണ്ട് നമുക്ക് ഓക്സിപിറ്റൽ ലോബ് ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡിലും ഓക്സിപിറ്റൽ ലോബ് ഉണ്ട്, റൈറ്റ് സൈഡിൽ ഓക്സിപിറ്റൽ ലോബ് ഉണ്ട്. അതുകൂടാതെ പെരേറ്റൽ ലോബ് ഉണ്ട്. അതും 2 സൈഡിലും ഉണ്ട്, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മുടെ പെരേറ്റൽ ലോബ് ഉണ്ട്. സോ നമുക്ക് 4 ലോബ്സ് ആണുള്ളത്: ഫ്രണ്ടൽ ലോബ്, ടെമ്പോറൽ ലോബ്, ഓക്സിപിറ്റൽ ലോബ്, പെരേറ്റൽ ലോബ്. സോ അത് കണ്ടല്ലോ, അത് നിങ്ങൾ ഇനി മറക്കത്തില്ലല്ലോ അല്ലെ, അതിന്റെ ലൊക്കേഷൻ നമ്മൾ കണ്ടു. ഇനി ഇത് കൂടാതെ നമുക്ക് നമ്മുടെ ബ്രെയിനിലെ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് സൾക്കയും ഗൈറയും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, സൾക്കയും ഗൈറയും, അല്ലെങ്കിൽ കേട്ടിട്ടെങ്കിലും ഉണ്ടാവും അല്ലെ. സോ ഈ സൾക്കൈ ഗൈറ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ടിഷ്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു റെഗുലർ ആയിട്ടുള്ള ഒരു ടിഷ്യൂ അല്ല, അല്ലെങ്കിൽ അത് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ല. പകരം എന്താണ്, ഒരു റഫ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അതിന് കുറെ ഗ്രൂവ്സ് ഉണ്ട്, കുറച്ച് ഡിപ്രഷൻ ഉണ്ട്, പിന്നെ കുറച്ച് അപ്വേർഡ് ഇൻഡന്റേഷൻ ഉണ്ട്. സോ അതിന് കുറച്ച് ഗ്രൂവ്സ് ഉണ്ട്, ഗ്രൂവ്സും കുറച്ച് ഇറഗുലർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലെ. സോ അതിനാണ് നമ്മൾ സൾക്ക എന്നും ഗൈറ എന്നും പറയുന്നത്. സോ ഇതില് ഈ ഡിപ്രഷൻസ് ഇടയ്ക്കിടയ്ക്കാണ് ഈ ഡിപ്രഷൻസ് ഉണ്ട് അല്ലെ. സോ ആ ഡിപ്രഷൻസ് നമ്മൾ പറയുന്ന പേരാണ് സൾക്കൈ. അതേസമയം ഈ ഇറഗുലർ ആയിട്ട് കാണുന്ന സ്ട്രക്ചർ ഉണ്ട്, അതായത് പ്രൊജക്റ്റഡ് ആയിട്ട് കാണുന്ന സ്ട്രക്ചർ നമ്മൾ പറയുന്ന പേരാണ് ഗൈറൈ. ഓക്കെ, അപ്പൊ സൾക്കൈ പറഞ്ഞു, ഗൈറൈ പറഞ്ഞു. ഇനി ഇത് കൂടാതെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് കുറച്ചുകൂടെ നമ്മൾ സൾക്കൈ പറഞ്ഞു ഒരു ഗ്രൂവ് ആണല്ലേ, അപ്പൊ കുറച്ചുകൂടെ നന്നായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ ഗ്രൂവിന് നമ്മൾ പറയുന്ന പേരാണ് ഫിഷർ എന്ന് പറയും കേട്ടോ. ഫിഷർ അല്ലെങ്കിൽ ഫിഷർ എന്ന് പറയും. സോ ഇത് നമുക്ക് മെയിൻ ആയിട്ട് 2 തരത്തിലുള്ള ഫിഷേഴ്സ് ഉണ്ട്. കാണാം, ആർക്കെങ്കിലും പറയാൻ പറ്റും 2 തരത്തിലുള്ള ഫിഷേഴ്സ് നമ്മുടെ ബ്രെയിനിലുണ്ട്. ഏതാണ്? ഒന്ന് കണ്ട് ഈ കാണുന്നില്ല, ഇത് ലാറ്ററൽ സൾക്കസ് ആണ് കേട്ടോ. ഇത് ലാറ്ററൽ സൾക്കസ് ആണ്. അതുകൂടാതെ നമ്മൾക്ക് ഒരു സെൻട്രൽ സൾക്കസ് ഉണ്ട്. ഇത് നമ്മുടെ സെൻട്രൽ സൾക്കസ് ആണ്. സോ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് ഏതൊക്കെ സ്ട്രക്ചേഴ്സിന് ഇടയിലാണ് ഈ ലാറ്ററൽ സൾക്കസ് കാണുന്നു എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഈ കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. സോ ഇതുണ്ട്, ഈ ലാറ്ററൽ സൾക്കസ് അതിന് അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് സിൽവിയൻ ഫിഷർ എന്ന് പറയും കേട്ടോ. ലാറ്ററൽ സൾക്കസ് അല്ലെങ്കിൽ സിൽവിയൻ ഫിഷർ. സോ അത് ഏതൊക്കെ ലോബ്സിനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? സോ അത് ഏതൊക്കെ ലോബ്സ് ആണ് നമുക്ക് ഈ ഡയഗ്രാം കാണുമ്പോൾ തന്നെ അറിയാല്ലേ. സോ അപ്പറിൽ അതിന്റെ ഫ്രണ്ടൽ ലോബ് കണ്ടേ, ഇത് നമ്മുടെ ഫ്രണ്ടൽ ലോബാണ്. സോ ഫ്രണ്ടൽ ലോബിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഏതാണ്, ഈ ലാറ്ററൽ സൾക്കസ് അല്ലെങ്കിൽ സിൽവിയൻ ഫിഷർ. പിന്നെ ഇൻഫീരിയർ അല്ലെങ്കിൽ താഴേക്ക് വന്നു കഴിഞ്ഞാലോ നമ്മുടെ ടെമ്പോറൽ ലോബ് കേട്ടോ. ടെമ്പോറൽ ലോബ് ഇതിലെ കൂടെ കടന്നു പോകുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമ്മുടെ
ഈ സൈഡിലേക്ക് പോസ്റ്റീരിയറിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പെരേറ്റൽ ലോബിനെയും ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ എക്സാമിന് ചോദിക്കും ഈ ലാറ്ററൽ സൾക്കൈ ഏതൊക്കെ ലോബ്സിനെയാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? ഒന്ന് നമ്മുടെ ഫ്രണ്ടൽ ലോബ്, പിന്നെ നമ്മുടെ ടെമ്പോറൽ ലോബ്, പിന്നെ നമ്മുടെ പെരേറ്റൽ ലോബ്. സോ ഇതാണ് എന്താണ് ലാറ്ററൽ സൾക്കസ് അല്ലെങ്കിൽ സിൽവിയൻ ഫിഷർ എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ മുകളിൽ നമ്മുടെ ഒരു സുപ്പീരിയർ വ്യൂ, നമ്മുടെ മുകളിൽ നിന്നുള്ള വ്യൂ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ സൾക്കസ് കാണാം അല്ലെ. സോ സെൻട്രൽ സൾക്കസ് ഏതൊക്കെ ലോബ്സിനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? അതായത് ഈ ഫ്രണ്ടൽ ലോബിനെയും ഈ പെരേറ്റൽ ലോബിനെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സൾക്കൈയാണ് സെൻട്രൽ സൾക്കൈ കേട്ടോ. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ലോബ്സ് പഠിച്ചു, പിന്നെ നമ്മുടെ സൾക്കൈ പഠിച്ചു, ഗൈറൈ പഠിച്ചു. അതിൽ തന്നെ 2 ടൈപ്സ് സൾക്കൈ പഠിച്ചു. ഒന്ന് സെൻട്രൽ സൾക്കസും പിന്നെ ഒന്ന് ലാറ്ററൽ സൾക്കസ് അല്ലെങ്കിൽ സിൽവിയൻ ഫിഷർ നമ്മൾ പഠിച്ചു. ഓക്കെ, സോ ഇനി നമ്മൾ ഇതിന്റെ ബ്രെയിനിന്റെ ഒരു ഇൻഫീരിയർ വ്യൂ ആണ് കാണാൻ പോകുന്നത്. ഇൻഫീരിയർ വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അടിയിൽ നിന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ച് പോസ്റ്റീരിയോ ഇൻഫീരിയർ വ്യൂ ആണ്. പോസ്റ്റീരിയർ ഇൻഫീരിയർ വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിൽ പോയിട്ട് ഈ ബ്രെയിൻ നമ്മളിങ്ങനെ തിരിച്ചു വെച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. കണ്ടോ, ഇത് നമ്മുടെ പോസ്റ്റീരിയർ വ്യൂ ആണ്. സോ നമ്മൾ ഇതിന്റെ പോസ്റ്റീരിയോ ഇൻഫീരിയർ വ്യൂ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കണ്ടേ ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലേ. ഇതെന്താണ് ഈ സ്ട്രക്ചർ? ഇതാണ് നമ്മുടെ സെറിബെല്ലം അല്ലെ. സോ സെറിബെല്ലം. സോ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കുറച്ചുകൂടെ ഡെപ്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ പാർട്സ് ഓഫ് ബ്രെയിൻ കേട്ടോ. നമ്മളിപ്പം ഒരു ഓവർവ്യൂ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് പാർട്സ് ഓഫ് ബ്രെയിൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോവാണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് ലോബ്സ് ഉണ്ട്, പിന്നെ ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്, അത് നമ്മൾ പറഞ്ഞു. പിന്നെ വേറെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, അതായത് ഒരു കോർപ്പസ് കലോസം ഉണ്ട്, ഈ കാണുന്നില്ലേ, ഈ കോർപ്പസ് കലോസം എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ് അല്ലേ. അതായത് എന്താണ്, നമ്മുടെ 2 സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്. അതിന് നമ്മുടെ ബേസിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ ബേസിൽ വന്നിട്ട് ഈ 2 സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിന് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പോർഷൻ ആണ് ഈ കോർപ്പസ് കലോസം കേട്ടോ. ഇത് ഞാൻ പറയാൻ കാരണമുണ്ട്, കാരണം ഈ കോർപ്പസ് കലോസത്തിനെ കുറിച്ച് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. അപ്പൊ ഈ കോർപ്പസ് കലോസത്തിന് മെയിൻ ആയിട്ട് 4 പാർട്സ് ആണുള്ളത്. ഒന്ന് ജിനു അല്ലെങ്കിൽ ഒന്ന് ജിനു, പിന്നെ റോസ്ട്രം, സ്പ്ലിനിയം, ബോഡി, അങ്ങനെ 4 പോർഷൻസ് അല്ലെങ്കിൽ 4 പാർട്സ് ആണ് നമ്മുടെ ഈ കോർപ്പസ് കലോസത്തിനുള്ളത്. സോ അതിന്റെ ആന്റീരിയർ പോർഷൻ, അതായത് ഫ്രണ്ട് പോർഷനിൽ വരുന്ന ഈ സ്ട്രക്ചറിനെ ഇതിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ്? ജിനു. GENU ആണ് കേട്ടോ സ്പെല്ലിങ്, ജിനു. പിന്നെ അതിന്റെ ഈ ഇൻഫീരിയർ പോർഷൻ താഴ്ന്നു വരുന്ന ഇവിടുത്തെ ഈ പോർഷൻ പറയുന്ന പേരാണ് റോസ്ട്രം. പിന്നെ ഈ എലോങ്ങേറ്റഡ് പോർഷൻ നമ്മൾ പറയുന്നത് ബോഡി എന്നാണ്. പിന്നെ പോസ്റ്റീരിയർ പോർഷൻ ഉണ്ട്, അതായത് ഇതിന്റെ ഏറ്റവും വീതിയുള്ള പോർഷൻ കേട്ടോ, ഈ പോസ്റ്റീരിയർ പോർഷന് ഇതിന് നമ്മൾ പറയുന്നത് സ്പ്ലിനിയം എന്നാണ്. സോ ഇങ്ങനെ 4 പോർഷൻസ് അല്ലെങ്കിൽ 4 പാർട്സ് ഉണ്ട് ഈ കോർപ്പസ് കലോസത്തിന്. ഞാനിത് പറയാനുള്ള കാരണം ഇത് ഒരു PSCയുടെ ഒരു എക്സാമിന്, സ്റ്റാഫ് നഴ്സ് എക്സാമിന് ചോദിച്ചത് ഇതായിരുന്നു, ആന്റീരിയർ പോർഷൻ ഓഫ് കോർപ്പസ് കലോസം അതിന്റെ പേര് എന്താണ് എന്നായിരുന്നു ചോദിച്ചത്. സോ നമുക്ക് ഇവിടെ കാണുമ്പോൾ അറിയാം, ഞാൻ പറഞ്ഞു ആന്റീരിയർ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് പോർഷൻ ആണ്. സോ ഫ്രണ്ട് പോർഷൻ നമ്മൾ ഇവിടെ പറയുന്ന പേര് ജിനു എന്നാണ്. അതേസമയം ഈ നോച്ചിന് ഇവിടെ നമ്മൾ പറയുന്ന പേര് റോസ്ട്രം എന്നാണ് കേട്ടോ. അപ്പം ആന്റീരിയർ പോർഷൻ ചോദിച്ചത് അതിന്റെ പേര് എന്താണെന്നായിരുന്നു ചോദിച്ചത്, അതിന്റെ ആൻസർ ജിനു ആണ്. സോ അത് കൂടാതെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഡിഫറെന്റ് ലോബ്സ് ഉണ്ട്. ഫ്രണ്ടൽ ലോബ്, ദെൻ പെരേറ്റൽ ലോബ് ഉണ്ട്, പിന്നെ നമുക്ക് ഓക്സിപിറ്റൽ ലോബ് ഉണ്ട്, ടെമ്പോറൽ ലോബ് ഉണ്ട്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിട്ട് വരുന്നത് ഒന്ന് ഡയൻകെഫലോൺ ആണ്. ഡയൻകെഫലോൺ ഈ കാണുന്നില്ലേ, ഈ പോർഷൻ ആണ് ഡയൻകെഫലോൺ. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് സെറിബെല്ലം. ഓക്കെ, ഡയൻകെഫലോൺ, സെറിബെല്ലം ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സോ ഡയൻകെഫലോൺ എന്താണ്? ഡയൻകെഫലോണിനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ റെഗുലർ ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. മെയിൻ ആയിട്ട് നമ്മുടെ റിലേ സെന്റേഴ്സ് എല്ലാം, അതായത് ഇവിടെ നിന്ന് എന്താണ് ന്യൂറോൺസ് വഴി നമ്മുടെ എല്ലാ ഇമ്പൾസസും ഇതുവഴി ഈ റിലേ സെന്റർ വഴിയാണ് താഴെ ഈ ബ്രെയിൻ സ്റ്റെം വഴി നമ്മുടെ സ്പൈനൽ കോഡിലേക്ക് പോവുക എല്ലാ ഇമ്പൾസസും. സോ ഈ ഡയൻകെഫലോണിൽ വേറെ കുറെ സ്ട്രക്ചേഴ്സ് ഉണ്ട്, ലൈക്ക് തലാമസ് ഉണ്ട്, എപ്പിതലാമസ്, ഹൈപ്പോതലാമസ് ഒക്കെ ഉണ്ട്. സോ നമുക്ക് എന്താണ് ഇത് ഒരു റിലേ സെന്റർ ആയിട്ട് കൂടെ ആക്ട് ചെയ്യും. അതായത് ഇവിടെ നിന്നുള്ള എല്ലാ ഇമ്പൾസസും ക്രോഡീകരിച്ച് ഇതുവഴിയാണ്, അതായത് ഡയൻകെഫലോൺ വഴിയാണ് എല്ലാ ഇമ്പൾസസും താഴെ സ്പൈനൽ കോഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത്. പിന്നെ നമുക്ക് എന്താ ഉള്ളത്? ബ്രെയിൻ സ്റ്റെം അല്ലെ. ബ്രെയിൻ സ്റ്റെമ്മിന്റെ സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണ്? മിഡ് ബ്രെയിൻ, ബോൺസ്, മെഡുല അല്ലെ. അങ്ങനെ 3 സ്ട്രക്ചേഴ്സ് ചേർന്നിട്ടാണ് നമ്മുടെ ബ്രെയിൻ സ്റ്റെം വരിക. പിന്നെ നമ്മുടെ പോസ്റ്റീരിയർ പോർഷൻ ആയിട്ട് നമുക്ക് സെറിബെല്ലം ഉണ്ട് കേട്ടോ, നമുക്ക് സെറിബെല്ലം ഉണ്ട്. സോ ഇതാണ് നമ്മുടെ പാർട്സ് ഓഫ് ദ ബ്രെയിൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നത്.
എന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ബ്രെയിൻ സ്റ്റെം ആണ് കേട്ടോ. നമ്മുടെ ബ്രെയിൻ സ്റ്റെം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഡൈൻകെഫാലോൺ ഉണ്ട്, പിന്നെ അതുകൂടാതെ നമുക്ക് മീസെൻകെഫാലോൺ ഉണ്ട്. അപ്പം ഡൈൻകെഫാലോണിൽ ഞാൻ പറഞ്ഞിരുന്നു മെയിൻ ആയിട്ട് തലാമസ് ആണ് വരുന്നത്. തലാമസ്, എപ്പിതലാമസ്, ഹൈപ്പോതലാമസ്, മെറ്റാതലാമസ് ഒക്കെയാണ് നമ്മുടെ ഡൈൻകെഫാലോണിൽ വരുന്നത്. പിന്നെ നമ്മുടെ മീസെൻകെഫാലോൺ എന്താണ്? മീസെൻകെഫാലോൺ എന്ന് പറയുന്നത് മിഡ് ബ്രെയിൻ ആണ് അല്ലെ. മിഡ് ബ്രെയിനിനെ പറയുന്ന പേരാണ് മീസെൻകെഫാലോൺ എന്ന് പറയുന്നത്. നമ്മുടെ പാർക്കിൻസൺസ് ഡിസീസിൽ പഠിക്കുന്നതാണ് ഈ സബ്സ്റ്റാൻഷ്യ നൈഗ്ര അല്ലെ. സബ്സ്റ്റാൻഷ്യ നൈഗ്രയുടെ ഡീജനറേഷൻ കാരണം എന്താണ് പാർക്കിൻസൺസ് ഡിസീസ് വരും എന്ന് നമ്മൾ പഠിക്കുന്നു. സോ സബ്സ്റ്റാൻഷ്യ നൈഗ്രയൊക്കെ ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് ഈ മീസെൻകെഫാലോൺ അല്ലെങ്കിൽ മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പോൺസ് ഉണ്ട്, മെഡുല്ല ഉണ്ട്. സോ ഇത് മൂന്നും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. അതായത് മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല്ല ഇത് മൂന്നും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് വളരെ കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. ഇതെന്താണ്? നമ്മുടെ പോസ്റ്റീരിയർ പോർഷനിലുള്ള സ്ട്രക്ചർ ആണ് അല്ലെ. എന്താണ് ഇത്? ഇത് നമ്മുടെ സെറീബെല്ലം ആണ്. സെറീബെല്ലം. അപ്പം സെറീബെല്ലം എന്താണ്? സെറീബെല്ലം നമ്മുടെ ബാലൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ബ്രെയിനിന്റെ സ്ട്രക്ചർ ആണ് സെറീബെല്ലം. സോ അതിന്റെ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ അതിന്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ അതിന് ഇതിപ്പം ഏത് വ്യൂ ആണ്? ഇതിപ്പോ ഏത് വ്യൂ ആണ് മനസ്സിലാവുന്നുണ്ട്? അതായത് ഇത് നമ്മുടെ പോസ്റ്റീരിയർ വ്യൂ ആണ്. നമ്മൾ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാ കാണാൻ പറ്റുക. ഇത് നമ്മൾ തിരിച്ച് നമ്മുടെ ഇതിന്റെ ഇന്റേണൽ ഓർഗൻസ് അല്ലെങ്കിൽ ഇതിന്റെ ഇന്റേണൽ സ്ട്രക്ചേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. സോ അതില് ഒന്നാമതായിട്ട് വരിക, ഇതിന് രണ്ട് ഹെമിസ്ഫിയേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് ലാറ്ററൽ രണ്ട് ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്. സെറിബെല്ലത്തിന് റൈറ്റും ലെഫ്റ്റും എന്ന് പറഞ്ഞിട്ട് രണ്ട് ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്. പിന്നെ അതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വേറൊരു സ്ട്രക്ചർ വരുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടെ ഈ രണ്ട് ഹെമിസ്ഫിയേഴ്സും വന്ന് ജോയിൻ ചെയ്യുന്ന പോർഷൻ ഉണ്ട്. സോ ഇതിന് നമ്മൾ പറയുന്നത് വെർമിസ് എന്നാണ് കേട്ടോ. വെർമിസ്, VERMIS, വെർമിസ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. പിന്നെ അതുകൂടാതെ ഇതിനൊരു ആന്റീരിയർ പോർഷൻ ഉണ്ട്. ആന്റീരിയർ പോർഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് പോർഷൻ. ഇത് ആന്റീരിയർ പോർഷൻ ആണ്. പിന്നെ ഇത് വരുന്നത് പോസ്റ്റീരിയർ പോർഷൻ ആണ് കേട്ടോ. ആന്റീരിയർ പോർഷൻ ഉണ്ട്, പോസ്റ്റീരിയർ പോർഷൻ ഉണ്ട്. പിന്നെ ഇത് കൂടാതെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു സ്ട്രക്ചർ ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ഫ്ലോക്കുലോ നോഡുലാർ നോഡ് കേട്ടോ. ഫ്ലോക്കുലോ നോഡുലാർ ലോബ് എന്ന് പറയും. സോ ഇത് ഫ്ലോക്കുലാർ ലോബും ഇത് നോഡ്യൂലാർ ലോബ് എന്നാണ് പറയുന്നത്. സോ ഫ്ലോക്കുലോ നോഡുലാർ ലോബ്. സോ അങ്ങനെ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ആണ് നമ്മുടെ ഇതിനകത്തുള്ളത്, നമ്മുടെ സെറിബെല്ലത്തിലുള്ളത്. സോ ഞാൻ ഇതിന്റെ സ്ട്രക്ചേഴ്സ് പറയാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോർപ്പസ് ക്ലോസത്തിന്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ ചോദിച്ചിരുന്നു. സോ അതുപോലെ നമുക്ക് ഇവിടെയും നമുക്ക് ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്നും എക്സ്പെക്ട് ചെയ്യാം. അതായത് രണ്ട് ലാറ്ററൽ ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്. സോ അതിനെ ജോയിൻ ചെയ്യുന്ന പോർഷനാണ് നമ്മൾ വെർമിസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊരു ആന്റീരിയർ പോർഷൻ ഉണ്ട്, പിന്നെ ഒരു പോസ്റ്റീരിയർ പോർഷൻ ഉണ്ട്, പിന്നെ ഫ്ലോക്കുലോ നോഡുലാർ ലോബ്. അങ്ങനെ അതായത് ഇതാണ് ഈ ഫ്ലോക്കുലോ നോഡുലാർ ലോബ്. ഈ രണ്ട് വശത്ത് ഈ ഫോളിക്കിൾസ് ഉണ്ട്. ഇതിനാണ് നമ്മൾ ഫ്ലോക്കുലോ നോഡുലാർ ലോബ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ സെറിബെല്ലത്തിന്റെ സ്ട്രക്ചേഴ്സ് ആയിട്ട് വരുന്നത്. സോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതിൽ നിന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അതുകൂടെ നമുക്ക് കാണാം. സോ നമ്മൾ ഈ വീഡിയോ ഫുൾ, അതായത് അനിമേഷനും പിന്നെ ആ ക്ലാസ്, അതായത് എന്താണ് നമ്മുടെ ഡിസ്കഷൻ കൂടെ, അതായത് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് MCQ ഓറിയന്റഡ് ആയിട്ടുള്ള ആ ടോപ്പിക് ഡിസ്കഷൻ കൂടെ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക കേട്ടോ. എന്നാലും നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാകുള്ളൂ. സോ നമുക്ക് അതുകൂടെ കാണാം. നമുക്കപ്പോ പാർട്സ് ഓഫ് ബ്രെയിൻ, നമ്മൾ നേരത്തെ അനിമേഷന്റെ ഹെൽപ്പോട് കൂടി ഇതെല്ലാം പറഞ്ഞ കാര്യമാണ്. സോ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അല്ലെങ്കിൽ കുറച്ച് എന്താണ് പോയിന്റ്സ് കോർത്തിണക്കി, അല്ലെങ്കിൽ പോയിന്റ്സ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസ്കഷനാണ് ഇവിടെ വരിക. സോ പാർട്സ് ഓഫ് ദ ബ്രെയിനിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് സെറിബ്രം ആണ്. എല്ലാവർക്കും അറിയാം എന്താണ് അത്. ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ, നമ്മുടെ ബ്രെയിനിലെ ഏറ്റവും വലിയ പോർഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെറിബ്രം ആണ്. കണ്ടോ, നമുക്ക് ഈ കാണുന്നില്ലേ? സോ ഇതെല്ലാം നമ്മുടെ സെറിബ്രം ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ലോബ്സ് എല്ലാം ഈ സെറിബ്രത്തിന്റെ പാർട്സ് ആണ്. പിന്നെ അതുകൂടാതെ ഇതെന്താണ്, ഒരു സീറ്റ് ഓഫ് ഇന്റലിജൻസ് ആണ്. അതായത് നമ്മുടെ ബുദ്ധി കേന്ദ്രമായിട്ട് ആക്ട് ചെയ്യുന്ന സ്ട്രക്ചർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സെറിബ്രം ആണ്. ഇതിൽ രണ്ട് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്, അതായത് റൈറ്റും ലെഫ്റ്റും സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് എന്ത്, കോർപ്പസ് കലോസം അല്ലെ. കോർപ്പസ് കലോസം എന്ന് പറഞ്ഞാൽ ഈ സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്, രണ്ട് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിനെയും കണക്ട് ചെയ്യുന്ന സ്ട്രക്ചറിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോർപ്പസ് കലോസം എന്ന് പറയുന്നത്. കോർപ്പസ് കലോസം കണ്ടോ, ഈ ഒരു സ്ട്രക്ചർ, ഇതിനാണ് നമ്മൾ കോർപ്പസ് കലോസം എന്ന് പറയുന്നത്. സോ ഇത് ഒരു ബ്രിഡ്ജ് ഓഫ് വൈറ്റ് മാറ്റർ ആണ്. അതായത് നമ്മുടെ ബ്രെയിനില് വൈറ്റ് മാറ്റർ ഉണ്ട്, ഗ്രേ മാറ്റർ ഉണ്ട് അല്ലെ. സോ വൈറ്റ് മാറ്റർ ഒരുമിച്ച് ചേർന്ന ഒരു സ്ട്രക്ചർ ആണ് ഈ കോർപ്പസ് കലോസം എന്ന് പറയുന്നത് കേട്ടോ. സോ നെക്സ്റ്റ്, ഈ കോർപ്പസ് കലോസത്തിന്റെ പാർട്സ് നമ്മൾ നേരത്തെ എന്തായിരുന്നു അനിമേഷനിൽ കണ്ടതാണ്. 4 പാർട്സ് ആണ്. ഒന്ന് റോസ്ട്രം, ജനു, ബോഡി ആൻഡ് സ്പ്ലിനിയം. അപ്പം റോസ്ട്രം എവിടെയാ വരുന്നത്? ഇതാണ് നമ്മുടെ
ജിനു, ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ ആണ്, ആന്റീരിയർ പോർഷൻ ആണ്. സോ ഇത് ജിനു ആണ്. അതിന്റെ തൊട്ട് താഴേക്ക് വരുന്ന പോർഷൻ ആണ് റോസ്ട്രം എന്ന് പറയുന്നത്. പിന്നെ ഇത് ബോഡി അല്ലെങ്കിൽ ട്രങ്ക് എന്ന് പറയും. പിന്നെ അതിന്റെ പോസ്റ്റീരിയർ പോർഷനിൽ തിക്ക് ആയിട്ട് വരുന്ന പോർഷനാണ് നമ്മൾ സ്പ്ലിനിയം എന്ന് പറയുന്നത് കേട്ടോ. ഇത് എക്സാമിന് ചോദിച്ചതാണ്. അതിന്റെ ആൻസർ എന്ന് ചോദിച്ചത് ജിനുവിനെ കുറിച്ചായിരുന്നു ചോദിച്ചത്. സോ ഇനിയും ഇവിടെ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. സോ ദ ഫ്രണ്ട് പാർട്ട് ഓഫ് ദ കോർപ്പസ് കൊളോസം ടുവേർഡ്സ് ദ ഫ്രണ്ടൽ ലോബ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ജനു. അതാണ് ജനു എന്ന് പറയുന്നത്. then the lower thinner part is the rostrum കേട്ടോ. അതായത് ഈ കാണുന്നില്ലേ, ഇതാണ് ഇതാണ് നമ്മുടെ റോസ്ട്രം എന്ന് പറയുന്നത്. then the end part of the corpus callosum towards the cerebellum, അതായത് ബാക്കിലേക്ക് വരുന്ന എൻഡ് പോർഷൻ, കോർപ്പസ് കൊളോസത്തിന്റെ എൻഡ് പോർഷൻ നമ്മൾ പറയുന്നത് എന്താണ്? സ്പ്ലിനിയം കേട്ടോ. അപ്പം ഇതാണ് ഇതാണ് നമ്മുടെ സ്പ്ലിനിയം എന്ന് പറയുന്നത്. സ്പ്ലീൻ ആണെന്ന് ഓർത്താൽ മതി കേട്ടോ. സോ സ്പ്ലിനിയം. സോ ദിസ് ഈസ് ദ തിക്കസ്റ്റ് പാർട്ട്. അപ്പം തിക്കസ്റ്റ് പാർട്ട് ഏതാണ്? സ്പ്ലിനിയം. അപ്പം സ്പ്ലീൻ എന്ന് ഓർത്താൽ മതി. ആ രീതിയിൽ നമുക്ക് എന്താണ് കൂടുതലായിട്ട് ഓർത്തിരിക്കാനായിട്ട് കഴിയും. ഓക്കെ, നെക്സ്റ്റ് സെറിബ്രൽ കോർട്ടെക്സ്. ഇതെല്ലാം നമ്മൾ അനിമേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യം കേട്ടോ. പിന്നെ നമുക്ക് നമുക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ എഴുതി വെച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിനായിട്ട് കൂടുതലായിട്ട് ഓർത്തിരിക്കാനും അല്ലെങ്കിൽ എക്സാമിന് സമയത്ത് റിവൈസ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റ്സ് കൂടെ പറഞ്ഞു പോകുന്നത്. അതിൽ ഔട്ടർ റിം ഓഫ് ഗ്രേ മാറ്റർ ഓഫ് ദ സെറിബ്രം, അതിനെയാണ് നമ്മൾ പറയുന്നത് സെറിബ്രൽ കോർട്ടെക്സ് കേട്ടോ. സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. പിന്നെ അതിന് ഗൈറയും സൾക്കയും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. സോ ഫോൾഡ് ഓഫ് ദ ഗ്രേ മാറ്റർ, അതായത് നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സിന്റെ ഗ്രേ മാറ്ററിന്റെ ഈ ഫോൾഡ് എന്ന് പറഞ്ഞാൽ ഈ ചുരുങ്ങി കിടക്കുന്ന അല്ലേ. സോ ഫോൾഡ്സിനെ പറയുന്ന പേരാണ് ഗൈറൈ. അതേസമയം ഷാലോ ഗ്രൂവ്സ്, ഓക്കെ, ഷാലോ ഗ്രൂവ്സ് അല്ലെങ്കിൽ എന്താണ് ഡിപ്രഷൻ പോലെയുണ്ട് അല്ലേ. സോ ആ ഡിപ്രഷൻ നമ്മൾ പറയുന്ന പേരെന്താണ്? സൾക്കൈ. അത് എങ്ങനെ ഓർത്തിരിക്കാം? ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ താഴേക്ക് വരും അല്ലേ. സൾക്കയുടെ യു നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഇങ്ങനെ അല്ലേ. ഡിപ്രഷൻ ഉണ്ട് അല്ലേ. സോ അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം എന്താണ് ഡിപ്രഷൻ അല്ലെങ്കിൽ ഷാലോ ഗ്രൂവ് വരുന്ന ഈ ഫോൾഡിന്റെ ഇടയിൽ ഒരു ചെറിയ ഗ്രൂവ് ഉണ്ടാകും അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടാകും. സോ അതിനാണ് നമ്മൾ സൾക്കൈ, ഓക്കെ, സൾക്കൈ എന്ന് പറയുക. പിന്നെ ഡീപ്പർ ഗ്രൂവ്, അതായത് കുറച്ച് ഡെപ്തിലുള്ള അല്ലെങ്കിൽ വലിയ ഗ്രൂവ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിഷേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, എന്തായിരുന്നു? ലാറ്ററൽ ഫിഷർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അനിമേഷനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ അതാണ് ഈ ഫിഷർ എന്ന് പറയുന്ന സംഭവം. പിന്നെ ലോബ്സ് നമുക്ക് അറിയുന്ന കാര്യമാണ്. നമുക്ക് ഫ്രണ്ടൽ ലോബ് ഉണ്ട്, പെരേറ്റലുണ്ട്, ടെമ്പോറലുണ്ട്, ഓക്സിപിറ്റലുണ്ട്. ഇതിന്റെ ഫംഗ്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. അതായത് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഇത് ഏത് ലോബിന്റെ ഫംഗ്ഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ഫ്രണ്ടൽ ലോബിന്റെ ഫംഗ്ഷൻസ് എന്താണ്? അതായത് ഫ്രണ്ടൽ ലോബ് വലുതായിട്ടുള്ള ആൾക്കാർക്ക് ബുദ്ധി കൂടുതൽ എന്നാണ് പറയുന്നത്. സോ ആ രീതിയിൽ തന്നെ അത് ഓർത്തിരിക്കുക. എന്താണ്? ഒന്ന് പേഴ്സണാലിറ്റി, അതായത് ഒരാളുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന ലോബ് ഏതാണ്? ഫ്രണ്ടൽ ലോബാണ്. ഇപ്പം ഒരു നെക്സ്റ്റ് തിങ്കിങ്, നമ്മുടെ ചിന്താധാര, ഓക്കെ, നമ്മുടെ തിങ്കിങ്ങിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ തിങ്കിങ്ങിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ലോബ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഫ്രണ്ടൽ ലോബാണ്. പിന്നെ പ്ലാനിങ്, നമ്മുടെ ടാസ്കുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കും. ഏത് രീതിയിൽ ചെയ്യണം, ഏത് ഓർഡറിൽ ചെയ്യണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ലേ. സോ അതിനും ഹെൽപ്പ് ചെയ്യുന്ന ലോബ് എന്ന് പറയുന്നത് ഫ്രണ്ടൽ ലോബാണ്. പിന്നെ അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കുറെ കോൺസെപ്റ്റ്സ് വെച്ചിട്ട് നമ്മൾ ചിന്തിച്ച് കാര്യങ്ങൾ പറയും. സോ അതിനും ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ടൽ ലോബാണ്. പിന്നെ ഇന്റലിജൻസ്, അതായത് ഒരാളുടെ ബുദ്ധി അല്ലെ, ചില ആൾക്കാർക്ക് ബുദ്ധി കൂടുതലാണെന്ന് നമ്മൾ പറയും അല്ലെ. സോ അതിനൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ലോബ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഫ്രണ്ടൽ ലോബാണ്. പിന്നെ നമ്മുടെ ഇമോഷൻസ്, ഓക്കെ, നമ്മൾ കരയുക, ചിരിക്കുക, അങ്ങനെയുള്ള ഇമോഷൻസിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ലോബ് ഫ്രണ്ടൽ ലോബാണ്. പിന്നെ റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്, അതായത് നമ്മൾ ഓരോ കാര്യകാരണ സഹിതം നമ്മൾ ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം നമ്മൾ സയന്റിഫിക്കലി അല്ലെങ്കിൽ അതിന്റെ റാഷണൽ വെച്ചിട്ട് സോൾവ് ചെയ്യുക. അതുകൂടാതെ കോൺസെൻട്രേഷൻ, നമ്മുടെ കോൺസെൻട്രേഷൻ എബിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ മോട്ടോർ സ്പീച്ച്, അതായത് സ്പീച്ച് ഔട്ട്പുട്ട് വരുന്നുണ്ടല്ലോ. സോ അതിന് ആ ഏരിയ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ടൽ ലോബാണ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫ്രണ്ടൽ ലോബിനെ കുറിച്ച് എഴുതി വെച്ചതിനെ പഠിക്കുക. കാരണം ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. രണ്ടാമത്തേതായിട്ട് പെരേറ്റൽ ലോബാണ്. സോ പെരേറ്റൽ ലോബിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ടേസ്റ്റ്. ഓക്കെ, നമുക്ക് ഒരു കാര്യം നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മധുരമാണ് അല്ലെങ്കിൽ ഇത് എരിവാണ്, ഇത് പുളിവാണ് എന്നൊക്കെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ, ഓക്കെ, നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ് ഈ പെരേറ്റൽ ലോബ് എന്ന് പറയുന്നത്. അതുകൂടാതെ പെയിൻ, ഓക്കെ, തൊടുമ്പോഴത്തേക്കുള്ള പെയിൻ, പിന്നെ ടച്ച്, ടെമ്പറേച്ചർ, പ്രഷർ, ഓക്കെ, ഇതിന്റെ എല്ലാം ഇന്റർപ്രിട്ടേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ലോബ് പെരേറ്റൽ ലോബാണ്. പിന്നെ ഒബ്ജക്റ്റ് ക്ലാസിഫിക്കേഷൻ, അതായത് ഒരു ഒബ്ജക്റ്റ്
അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാനും പിന്നെ സ്പെല്ലിംഗ് ഒക്കെ ഓർത്തിരിക്കാനും പിന്നെ നോളജ് ഓഫ് നമ്പേഴ്സ്. ഓക്കെ, ചില ആൾക്കാർക്ക് നമുക്കറിയാലോ, ചില ആൾക്കാർക്ക് നമ്പേഴ്സ് ഓർത്തിരിക്കാൻ കുറച്ച് കൂടുതൽ കഴിവുണ്ടാവും അല്ലെ. സോ അങ്ങനെയുള്ള നോളജ് ഓഫ് നമ്പേഴ്സ്. പിന്നെ ഗസ്റ്റേറ്ററി ഏരിയ, അതായത് ടേസ്റ്റ് സെന്റർ ഒക്കെ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? പെരേറ്റൽ ലോബാണ് കേട്ടോ. നെക്സ്റ്റ് ടെമ്പോറൽ ലോബ്. ടെമ്പോറൽ ലോബ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പറയും നമ്മുടെ ചെവിയുടെ മുകളിലായിരിക്കുന്നത് അല്ലെ. സോ അത് ഒരു ഓഡിറ്ററി സെന്റർ ആണ് കേട്ടോ. ഓഡിറ്ററി സെന്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിയറിംഗിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഓൾഫാക്ടറി ഏരിയ. ഓക്കെ, ഓൾഫാക്ടറി ഏരിയ നമ്മുടെ ടെമ്പോറൽ ലോബിലാണ്. പിന്നെ വേർണിക്സ് ഏരിയ, അതായത് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്പീച്ച്. ഓക്കെ, അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വേർണിക്സ് ഏരിയ ഉള്ളത് നമ്മുടെ ടെമ്പോറൽ ലോബിലാണ്. പിന്നെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ സൗണ്ട്, ദെൻ വിഷൻ, സ്പീച്ച്, ഇമോഷൻസ്, ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ലോബ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ടെമ്പോറൽ ലോബാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഓക്സിപിറ്റൽ ലോബാണ്. ബാക്ക് സൈഡിലുള്ള ലോബ് നമ്മൾ കണ്ടതാണ്. അത് മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് വിഷൻ. ഓക്കെ, വിഷന് വേണ്ടിയും അതുകൂടാതെ വിഷ്വൽ ഏരിയ, പിന്നെ വിഷ്വൽ പ്രോസസ്സിങ്, കളർ ഐഡന്റിഫിക്കേഷൻ, അതായത് നമ്മുടെ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്റർപ്രിറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ലോബ് ഏതാണ്? നമ്മുടെ ഓക്സിപിറ്റൽ. ഓക്കെ, ഓക്സിപിറ്റൽ ലോബാണ്. നെക്സ്റ്റ് വരുന്ന സ്ട്രക്ചർ ഡയൻകെഫലോൺ ആണ്. ഡയൻകെഫലോൺ ഞാൻ പറഞ്ഞു അല്ലെ, അതായത് നമ്മുടെ സെറിബ്രവും നമ്മുടെ ബ്രെയിൻ സ്റ്റെമും അല്ലെങ്കിൽ സ്പൈനൽ കോഡും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ട്രക്ചർ ആണ് ഡയൻകെഫലോൺ. സോ അത് എവിടെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ബിറ്റ്വീൻ ദ സെറിബ്രം ആൻഡ് ദ ബ്രെയിൻ സ്റ്റെം. ഇതൊരു മിഡ്ലൈൻ സ്ട്രക്ചർ ആണ്. ഇത് സെറിബ്രത്തിന് അകത്ത് എംബഡഡ് ആയിട്ടിരിക്കുക ചെയ്യുന്നത് എന്താ? ഡയൻകെഫലോൺ. പിന്നെ നമ്മൾ പറഞ്ഞു സെറിബെല്ലം. സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? കോർഡിനേറ്റ് മസിൽ മൂവ്മെന്റ്സ് ഓഫ് വേരിയസ് ഗ്രൂപ്പ് ഓഫ് മസിൽസ്, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള മസിൽ ഗ്രൂപ്പ്സിന്റെ മൂവ്മെന്റിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് സെറിബെല്ലം ആണ്. അതുകൂടാതെ കൺട്രോൾസ് ദ പോസ്ചർ. ഓക്കെ, നമ്മുടെ പോസ്ചർ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ബോഡിയുടെ പോസ്ചർ, പിന്നെ ബാലൻസ്, ബോഡിയുടെ ഇക്വിലിബ്രിയത്തിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സെറിബെല്ലം ആണ്. അതുകൂടാതെ ഇത് സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ്. നമ്മുടെ ഏറ്റവും ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഏതാണ്? സെറിബ്രം ആണ്. സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ് സെറിബെല്ലം. കണ്ടെയ്ൻ ഹാഫ് ഓഫ് ദ ന്യൂറോൺസ് ഓഫ് ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറോൺസിന്റെ പകുതിയോളം ഈ സെറിബെല്ലത്തിൽ ആണ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഫംഗ്ഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പിന്നെ ബ്രെയിൻ സ്റ്റെം. ഓക്കെ, ബ്രെയിൻ സ്റ്റെം എന്താണ്? നമ്മുടെ സ്റ്റെം എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ, അതായത് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന സാധനം അല്ലെ. സോ സ്റ്റെം ലൈക്ക് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ദാറ്റ് കണക്ട്സ് ദ സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് വിത്ത് ദ സ്പൈനൽ കോഡ്. അതായത് ഈ സെറിബ്രൽ ഹെമിസ്ഫിയറിനെ നമ്മുടെ സ്പൈനൽ കോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന പോർഷനാണ് നമ്മൾ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. അതിന് 3 പാർട്സ് ഉണ്ട്: മെഡുല്ല, പോൺസ്, മിഡ് ബ്രെയിൻ. കേട്ടോ, ചോദിക്കാറുണ്ട് ബ്രെയിൻ സ്റ്റെമിന്റെ പാർട്സ് ഏതെന്നൊക്കെ ചോദിക്കാറുണ്ട്. മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല്ല, ഇത് 3 ബ്രെയിൻ സ്റ്റെമിന്റെ പാർട്സ് ആയിട്ട് വരിക. സോ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? നമ്മൾ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബ്രെയിൻ അല്ലേ. നമ്മൾ പ്രധാനമായിട്ടും 2 ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്, അതിനെ കണക്ട് ചെയ്യുന്ന കോർപ്പസ് കലോസം ഉണ്ട്, പിന്നെ ഡിഫറെന്റ് ലോബ്സ് ഉണ്ട്: ഫ്രണ്ടൽ ലോബ്, പെരേറ്റൽ ലോബ്, ടെമ്പോറൽ ലോബ്, ഓക്സിപിറ്റൽ ലോബ്. പിന്നെ നമ്മൾ ഡയൻകെഫലോൺ എന്താണെന്ന് കണ്ടു, പിന്നെ നമ്മുടെ ബ്രെയിൻ സ്റ്റെം എന്താണെന്ന് കണ്ടു, സെറിബെല്ലം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. സോ നമ്മൾ ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് പഠിക്കാനും കൂടുതൽ കാലം നമ്മുടെ ഓർമ്മയിൽ അല്ലെങ്കിൽ തങ്ങി നിൽക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. സോ ഈ രീതിയിൽ നന്നായിട്ട് പഠിച്ചോളൂ. നന്നായിട്ട് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്ത് നല്ല മാർക്കോടെ ജോലി ലഭിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങൾ കരസ്ഥമാക്കുക. സോ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.